السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على خير خلقه سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين. لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. صدق الله مولانا العظيم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ ഈ ഒരു സന്ദേശം ശ്രവിക്കുന്നതിനായി ഈ പേജിൽ സന്നിഹിതരായിരിക്കുന്ന സമ്മേളിച്ചിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഓൺലൈൻ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈമാനോടെയും ഇസ്സത്തോടെയും തഖ്വയോടെയും നമ്മുടെ നാടുകളിൽ ജീവിച്ച് ഇസ്ലാമിക ആദർശം മുറുകെ പിടിച്ച് അവസാനം മരണത്തിൻ്റെ സന്ദർഭം ആ ദീനീ മാർഗത്തിൽ മരണം വരിച്ച് പടച്ചതമ്പുരാനെ കണ്ടെത്തുവാനുള്ള സൗഭാഗ്യവും യോഗ്യതയും പടച്ചതമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്നിങ്ങനെ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇങ്ങനെ ഓൺലൈൻ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള വിഷയവും അതിൻ്റെ പശ്ചാത്തലവും സന്ദർഭവും സാഹചര്യവുമെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടതകൾ സഹിച്ച, ജീവത്യാഗം ചെയ്ത മുസ്ലിം സമൂഹത്തിൻ്റെ പിൻഗാമികളെ പല നിലയിലും വേദനിപ്പിച്ചിട്ടുള്ള, പല നിലയിലും കഷ്ടപ്പെടുത്തിയിട്ടുള്ള സംഘപരിവാര ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് തല്ലിത്തകർക്കുന്നു എന്നത് മാത്രം, ആ ബാബരി ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും അപഹരിച്ച് പിടിച്ചെടുക്കുകയും ബാബരിയുടെ മണ്ണിൽ രാം മന്ദിർ എന്ന പേരിൽ അവരൊരു കെട്ടിടമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ വീണ്ടും മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സു കുത്തി നോവിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം തച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടും സംഘപരിവാരം ഇപ്പോൾ
അവിടെ നിർമ്മിക്കാൻ പോകുന്ന രാം മന്ദിർ എന്ന ആ കെട്ടിടത്തിന് വേണ്ടിയിട്ട് പരസ്യമായി പിരിവിനിറങ്ങിയിരിക്കുന്നു. മുസ്ലിം വീടുകളിലേക്കും മുസ്ലിമുകളുടെ ഷോപ്പുകളിലേക്കുമൊക്കെ അവർ കടന്നെത്തുമെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ നാം കണ്ടു, നമ്മുടെ കേരളത്തിൽ പോലും തൊപ്പി ധരിച്ച ദാടിയുള്ള പണ്ഡിത വേഷധാരികളായിട്ടുള്ള ചില കപടന്മാർ പോലും ഈ ഒരു സംരംഭത്തിന്, സംഘപരിവാരത്തിന് സംഭാവന കൊടുക്കുകയും അവരുടെ കൂപ്പൺ മുറിച്ചു വാങ്ങുകയും വലിയ അന്തസ്സോടുകൂടി എന്തോ വലിയ പുണ്യകർമ്മം ചെയ്തു എന്ന ഒരു ഭാവത്തിൽ ആ നേതാക്കന്മാരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും വലിയ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്യുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ബാബരി മസ്ജിദ് തല്ലിത്തകർത്ത സ്ഥാനത്ത് നിർമ്മിക്കപ്പെടുന്നതായ മന്ദിരം, ആ മന്ദിരത്തിന് ഒരു നിലയിലും യാതൊരുവിധ സംഭാവനയും മുസ്ലിമുകളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പാടില്ല എന്നും മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനും അതുമായി സഹകരിക്കാൻ പാടില്ല എന്നും പ്രത്യേകം വിളിച്ചു പറയേണ്ടത് പണ്ഡിത ധർമ്മമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ അങ്ങനെ ഒരു പ്രസ്താവന നേരത്തെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് അറിയിപ്പായി നൽകുകയും മാത്രമല്ല, രാജ്യത്തിൻ്റെ ഓരോ ജനങ്ങളോടും അതിൻ്റെ ഇസ്ലാമിക വശവും അതേപോലെ തന്നെ രാജ്യത്തോട് കൂറുള്ളതിൻ്റെ പേരിൽ നാം സ്വീകരിക്കേണ്ടുന്ന ചില നിലപാടുകളും തുറന്നു പറയാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൺലൈൻ സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ ചരിത്രം എങ്ങനെയാണ് എന്ന്. ആ ബാബരി മസ്ജിദ് സംഘപരിവാരം നാളുകളേറെയായി തിട്ടൂരമിട്ട് കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഈ രാജ്യത്തുള്ള മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. ശേഷം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെയെല്ലാം നോക്കുകുത്തികളാക്കി, ഭരണസംഘടനകളെയെല്ലാം ഭരണ സംവിധാനങ്ങളെയെല്ലാം മരവിപ്പിച്ചു കളഞ്ഞ് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ ഭൂമി പിടിച്ചെടുക്കുകയും ഏതോ ഓണം കേറാ മൂലയിൽ 5 ഏക്കർ സ്ഥലം തന്നിട്ട് അവിടെ പള്ളിയും പള്ളിക്കൂടവുമായി മുസ്ലിമുകൾ അന്ന് തൃപ്തിപ്പെട്ടുകൊള്ളണം എന്ന വിഷയത്തിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളോട് ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥകളും അവകാശ ലംഘനമാണ് മുസ്ലിമുകളോട് കാണിച്ചിരിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നാം ഒന്ന് ചിന്തിക്കേണ്ടത്, അവിടെ നിർമ്മിക്കപ്പെടുന്നതായ പുതിയ മന്ദിരത്തിന് മുസ്ലിമുകൾ വിശ്വാസികൾക്ക് ഒരിക്കലും 5 നയാ പൈസ പോലും സംഭാവന കൊടുക്കാൻ സാധ്യമാകുന്നതല്ല. ഒന്ന്, എന്തുകൊണ്ട് സംഭാവന കൊടുക്കാൻ പറ്റില്ല? നാം ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ പേരിൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അക്രമങ്ങൾ ഓരോന്നോരോന്ന് പാടില്ല എന്ന് നമ്മളോട് പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അക്രമം ചെയ്യുവാനോ അക്രമികൾക്ക് കൂട്ടുനിൽക്കുവാനോ പാടില്ല. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ, നിശ്ചയം അല്ലാഹു തആല അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. നാം സ്വയം അക്രമം ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ അക്രമികൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. വിശുദ്ധമായ ഖുർആൻ ഏറ്റവും വലിയ അക്രമമായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അളീം. ഖുർആൻ പറയുന്നു, ഷിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ്. ഏറ്റവും വലിയ അക്രമമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വേറെ എന്ത് തെറ്റും പടച്ച തമ്പുരാൻ പുറത്തു തരും, പക്ഷേ ഷിർക്ക് ചെയ്യുന്നവനെ, ഷിർക്കിനെ സഹായിക്കുന്നവനെ പടച്ച തമ്പുരാൻ ഒരിക്കലും പുറത്തു തരില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പൊതു സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്ത് നാമുമായി സഹവസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, നാമുമായി സഹവസിക്കുന്ന ക്രൈസ്തവരുണ്ട്, അമുസ്ലിമുകളായ ഒരുപാട് പേരുണ്ട്, മതമുള്ളവരും മതമില്ലാത്തവരുമുണ്ട്. അവരോട് നമുക്കുള്ള ചില കടമകളും കടപ്പാടുകളുമുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന സഹവർത്തിത്വത്തിൻ്റെതായ ചില കാര്യങ്ങൾ നാം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടുന്നതും ആ സഹവർത്തിത്വത്തിന്റെ ചില ബാധ്യതകൾ നാം പൂർത്തീകരിക്കേണ്ടതുമുണ്ട്. അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹൈന്ദവനോ ഒരു ക്രൈസ്തവനോ ഏത് മതക്കാരനോ മതമില്ലാത്തവനോ ആയിക്കൊള്ളട്ടെ,
അവൻ പട്ടിണി കിടക്കുമ്പോൾ, അവൻ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അവന്റെ പട്ടിണി മാറ്റൽ അയൽവാസികളും എന്നുള്ള നിലയിൽ, വിശ്വാസികളും എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. അവന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കൊടുക്കൽ വിശ്വാസികളും എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. അവൻ രോഗിയായി കഴിഞ്ഞുകൂടുമ്പോൾ, അവനെ ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്ത സന്ദർഭം വന്നു പോയാൽ, അവന് മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത സന്ദർഭം വന്നു പോയാൽ അവന് പണം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവനെ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവനെ പരിചരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെയും ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെയും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ കടമയും കടപ്പാടുമാണ്. എന്നാൽ ഈ സഹവർത്തിത്വത്തിന്റെ മര്യാദകളെയും ഒക്കെയും ഇസ്ലാം പഠിപ്പിക്കുമ്പോഴും നമ്മുടെ അയൽവാസിയായ ഹൈന്ദവന്റെയോ ക്രൈസ്തവന്റെയോ ഇസ്ലാമിക വിരുദ്ധമായ ആരാധനകളിൽ പങ്കുചേരുവാനോ, ആ ആരാധനകളിൽ ഐക്യം അർപ്പിക്കുവാനോ, ആ ആരാധനകളിൽ അവരെ സഹായിക്കുവാനോ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. ഇതെവിടെയും നമ്മൾ അംഗീകരിക്കുകയും തുറന്നു പറയുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാമമന്ദിരം എന്നല്ല, ലോകത്തെ ഏതൊരു ക്ഷേത്രത്തിനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 നയാ പൈസ സംഭാവന കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകില്ല. ഇത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമതായി രാമമന്ദിരവുമായി ബന്ധപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ ഖുർആൻ അക്രമങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വലിയ അക്രമികൾ, ഖുർആൻ പറയുന്നത് വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അയ്യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അയ്യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നും പടച്ച തമ്പുരാന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിൽ നിന്നും ആ പള്ളികളെ തടയുന്നവർ, അഥവാ പള്ളികൾ തകർക്കുന്നവർ, പള്ളികൾ ഇല്ലായ്മ ചെയ്യുന്നവർ, പള്ളികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് സംഘപരിവാരം ബാബരി മസ്ജിദ് ഉൾപ്പെടെ രാജ്യത്ത് എത്രയോ പള്ളികൾ തകർക്കാനുള്ള കോപ്പുകൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഖുർആൻ പറയുന്നു അതിലും വലിയ അക്രമകാരിയാരുണ്ട്. ഏറ്റവും വലിയ അക്രമമായി അള്ളാഹുവിന്റെ ഖുർആൻ വീണ്ടും എണ്ണി പറയുന്നത് പള്ളികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ബാബരി മസ്ജിദ് തകർത്തവർ, അതിനു കൂട്ടുനിന്നവർ, അതിനോടൊപ്പം ചേർന്നവർ, അവരൊക്കെയും ഏറ്റവും വലിയ അക്രമകാരികളായിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ അക്രമകാരികളായ ആളുകൾ വീണ്ടും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ മനസ്സിനെ കുത്തിനോവിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളെ തല്ലി തകർത്തുകൊണ്ട് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് അതിന് പിരിവെടുക്കാൻ മുസ്ലിം കേന്ദ്രങ്ങളിലേക്ക് വരാൻ പോകുന്നു. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അക്രമം ചെയ്യുന്നവരെയും ഇസ്ലാം എതിർക്കുന്നുണ്ട്, അതോടൊപ്പം അക്രമികളെ സഹായിക്കുന്നവരെയും ഇസ്ലാം എതിർക്കുന്നുണ്ട്. അള്ളാഹുവും റസൂലും അവർക്കെതിരാണ്, വിശുദ്ധ ഖുർആനും ഹദീസും അവർക്ക് എതിരാണ്. ബാബരി മസ്ജിദ് തകർത്ത അക്രമികൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളാണ് എന്ന് മാത്രമല്ല, ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്നതായ ഒരു മന്ദിരം, അതിനുവേണ്ടി 5 നയാ പൈസ നമ്മൾ കൊടുത്തുപോയാൽ അങ്ങനെയുള്ളവരും അക്രമികളാണ്, അക്രമികളെ സഹായിക്കുന്നവരാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പലർക്കും ഒരു ചിന്തയുണ്ടാകും, നമ്മുടെ കടയിലേക്ക് വരുമ്പോ 10 രൂപയുടെ ഒരു കൂപ്പണല്ലേ, 100 രൂപയുടെ ഒരു കൂപ്പണല്ലേ, വരുന്നത് BJPയുടെ RSSന്റെ അറിയപ്പെട്ട ഒരു നേതാവല്ലേ, ഇവരെയൊക്കെ പിണക്കി വിടാൻ പാടുണ്ടോ? ഈ കൂപ്പൺ എടുത്താൽ പിന്നെ എന്തോ വലിയ സംരക്ഷണം ലഭിക്കുമെന്ന ഇനിയുമൊക്കെ ഈ സമൂഹം കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊള്ളുക. സംഘപരിവാരം എന്ന് പറയുന്നത് തികച്ചും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്നതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നവരാണ്. ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിമുകളാണ്. അവരോട് ഐക്യപ്പെട്ടിട്ട് അവരോട് സഹവസിച്ച് നിന്നിട്ട് എന്ത് സംരക്ഷണം കിട്ടുമെന്നാണ് നാം ഓരോരുത്തരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളി തകർക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ എന്തെന്ത് ശിക്ഷകളും അവർക്ക് എന്തെന്ത് നിന്ദ്യതകളും പടച്ച തമ്പുരാൻ വെച്ചിട്ടുണ്ടോ അതൊക്കെയും രാമമന്ദിരത്തിന് വേണ്ടിയിട്ട് 10 രൂപ എന്നല്ല 1 രൂപയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരും അതിന്റെ ഒക്കെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ.
അള്ളാഹുവിന്റെ പള്ളികളെ നശിപ്പിക്കുവാനും പടച്ച തമ്പുരാന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിൽ നിന്നും അതിനെ തടയാൻ വരുന്നതുമായ ആളുകൾ, അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ശ്രമിച്ചിരിക്കുന്ന ആളുകൾ, പടച്ച തമ്പുരാൻ അവരുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടെന്താണ്? ഒന്നാമത്തേതായി ഉലൈക മാ കാന ലഹും അയ്യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. ഒന്നാമതായി ഖുർആൻ പറയുന്നു, അവിടെ എന്ത് കെട്ടിയുണ്ടാക്കിയാലും, അവിടെ എന്ത് മാറ്റം വരുത്തിയാലും സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി അവർക്കതിലൊന്ന് പ്രവേശിക്കാൻ പോലും പറ്റൂല. സദാസമയത്തും അവരുടെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാകുന്നതാണ്. ദുനിയാവിൽ അവർക്ക് സമാധാനം ലഭിക്കുന്നതല്ല, ഭയപ്പാടോടുകൂടി കഴിഞ്ഞുകൂടുന്നതാ. 10 രൂപയെങ്കിലും ഇതിന് കൊടുത്ത് സഹായിച്ചു പോയാൽ പിന്നെ ജീവിതകാലത്ത് പടച്ച തമ്പുരാൻ സമാധാനം തരൂല. എപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. മനസ്സിലാക്കിക്കൊള്ളുക. രണ്ടാമത് ഖുർആൻ പറയുന്നു, ഈ കൂട്ടരനുഭവിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വിഷയം ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ. അവർ ദുനിയാവിൽ വല്ലാത്ത നിന്ദത അനുഭവിക്കേണ്ടി വരുന്നവരാ. പള്ളികളെ തൊട്ടുകളിക്കുന്നവർ, ആ പള്ളികളെ തൊട്ടുകളിക്കുന്നവരോടൊപ്പം ചേരുന്നവർ. ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ. അവർ ദുനിയാവിൽ നിന്ദത അനുഭവിക്കേണ്ടി വരുന്നവരാ. അങ്ങേ തല മുതൽ ബാബരി മസ്ജിദിനെ തകർക്കാൻ കൂപ്പുകൂട്ടിയതായ ഓരോ നേതാക്കന്മാരെയും നമ്മളൊന്ന് പഠനം നടത്തി നോക്കുക. ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താ? ജീവിച്ചിരിക്കുന്നവരായാലും ചത്തുപോയവരായാലും അവരുടെ അവസ്ഥ എന്താ? ദുനിയാവിൽ നിന്ദത അനുഭവിക്കേണ്ടി വന്നില്ലേ? ദുനിയാവിൽ അവരും കോമാളികളായി മാറേണ്ടി വന്നില്ലേ? അവരുടെ സ്ഥാനവും അവരുടെ പേരും അവരുടെ പ്രശസ്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടി വന്നില്ലേ? ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ. ദുനിയാവിൽ അവർ നിന്ദത അനുഭവിക്കേണ്ടി വരുന്നതാണ്. മൂന്നാമത് ഖുർആൻ പറയുകയാണ്, ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. പാരത്രിക ലോകത്ത് അവർ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ്. 3 നിലയിലാണ് ഖുർആൻ ഈ അക്രമികളെ കൈകാര്യം ചെയ്യുന്നതായി പറഞ്ഞത്. ഒന്ന്, അവർക്ക് ഭയപ്പാടായിരിക്കും. ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടാൻ പോകുന്നില്ല. 10 രൂപയെങ്കിലും ഇതിനു വേണ്ടി കൊടുത്തുപോയാൽ, 10 രൂപയെങ്കിലും കൊടുത്തുപോയാൽ ജീവിതത്തിൽ സമാധാനം കിട്ടൂല. രണ്ടാമത്തേത്, ദുനിയാവിൽ പടച്ചവൻ നിന്ദ്യനാക്കും, നിസാരനാക്കും. 421 കൊല്ലം ഇബാദത്ത് നടന്ന പള്ളി പൊളിച്ചിട്ട് അവിടെ എന്തോ കെട്ടിയുണ്ടാക്കുമ്പോ അതിനുവേണ്ടി പണം കൊടുത്തവൻ ദുനിയാവിൽ എന്ത് അന്തസ്സോടുകൂടി ജീവിക്കാനാണ്? ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ. പടച്ച തമ്പുരാൻ അവന് നിന്ദ്യത അടിച്ചേൽപ്പിക്കും. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. ഇതൊക്കെ കഴിഞ്ഞ് പടച്ചവന്റെ അടുക്കൽ ചെന്നാൽ വേദനാജനകമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്ന് വിശുദ്ധമായ ഖുർആൻ. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിച്ചോളി, വളരെ ഗൗരവത്തോടുകൂടി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനൊരു നിലപാടുണ്ട്. 421 കൊല്ലമല്ല, ഒരു ദിവസമാണെങ്കിൽ പോലും ഒരു പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം ഒരു ദിവസമാണെങ്കിൽ പോലും ലോകാവസാനം വരെയും അത് പള്ളി തന്നെയാണ്. 421 വർഷം അവിടെ പള്ളി ഉണ്ടായിരുന്നു. അവിടെ അത് തകർത്തിട്ട് നിയമത്തെയൊക്കെ വളച്ചൊടിച്ചിട്ട് കോടതിയെയും ഭരണകർത്താക്കളെയും ഒക്കെ അനുകൂലമാക്കി സംഘപരിവാര അവിടെ ഇനി എന്ത് കെട്ടിയുണ്ടാക്കി എന്ന് പറഞ്ഞാലും ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്നു അതിപ്പോഴും പള്ളി തന്നെയാണ്, അതിപ്പോഴും പള്ളി തന്നെയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്. നിശ്ചയം പള്ളികളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അവിടെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. ഈ ഖുർആനിക നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും സ്വയം നിലനിൽപ്പ് മാത്രം നോക്കിയിട്ട് ആരെങ്കിലും സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഖുർആനിനെ നിഷേധിച്ചവനാണ്, പുണ്യ ഹബീബിനെ നിഷേധിച്ചവനാണ്, അവൻ ഇസ്ലാമിനെ നിഷേധിച്ചവനാണ്. അവൻ അക്രമികളോടൊപ്പം പോയി ഇസ്ലാമിൽ നിന്ന് പുറത്താകും. പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. ഈ അക്രമികളോടൊപ്പം കൂടിയിട്ട് ഇസ്ലാമിലൊക്കെ എന്ത് സ്ഥാനമാണ് ഉണ്ടാകുന്നത്? തന്റെ ഷോപ്പിന് സംരക്ഷണം കിട്ടാനും വീടിന് സംരക്ഷണം കിട്ടാനും എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടുവാനും താനെന്തോ വലിയ മതേതരവാദിയാണ് എന്ന വർഗീയവാദികളുടെ നാവ് കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുവാനും വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് നേട്ടമാണ്?
ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, മൻ അആന ളാലിമൻ, ആരെങ്കിലും ഒരു അക്രമിയെ സഹായിക്കുകയാണ്, എന്തിന്? ലിയുദ്ഹില ബാത്തിലഹു ഹഖൻ, അവൻ ചെയ്തതായ ബാത്തിലിന്റെ അസത്യത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ സത്യമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു അക്രമിയെ സഹായിച്ചാൽ, അഥവാ ബാബരി മസ്ജിദ് തകർത്തിട്ട് അവിടെ പണിയുന്നതായ രാമമന്ദിരം സത്യത്തിന്റെ സ്ഥാപനമാണ് എന്ന സംഘപരിവാരത്തിന്റെ വാദത്തിനെ സഹായിച്ചുകൊണ്ട് നയാ പൈസയെങ്കിലും കൊടുത്തുപോയാൽ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അല്ലാഹുവും റസൂലും അവനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അല്ലാഹുവും റസൂലുമായിട്ട് അവന് ബന്ധമില്ല, അവൻ അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ശത്രുവാണ്. മമ്മശാ മഅ ളാലിമിൻ ലിയുഈനഹു വഹുവ യഅലമു അന്നഹു ളാലിമുൻ ഫഖദ് ഖറജ മിനൽ ഇസ്ലാം. റസൂലുള്ളാഹി പറയുന്നു, ഒരു അക്രമി അവൻ ചെയ്തത് അക്രമമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടും അവനെ ആരെങ്കിലും സഹായിച്ചാൽ, പണം കൊടുത്തല്ല, ഒരു ചുവട് വെച്ചെങ്കിലും അവനെ ഒന്ന് സഹായിച്ചാൽ, ഈ സഹായിക്കുന്നവൻ ഫഖദ് ഖറജ മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നവൻ പുറത്താണ്. ഇത് ഇമാംസ് കൗൺസിലിന് പൊതുജനത്തോട് പറയാതിരിക്കാൻ പറ്റൂല. ഇമാംസ് കൗൺസിൽ ഇത് പറയേണ്ടി വരും. എത്ര ചാനലുകൾ ചർച്ച ചെയ്താലും, എത്ര ആളുകൾ ഇവിടെ എന്തു പറഞ്ഞാലും, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് ലോകത്തിന്റെ മുമ്പിൽ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1000 വട്ടം വീണ്ടും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്നു, ഇന്ത്യയോട് സ്നേഹമുണ്ട് എങ്കിൽ, ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളോട് താല്പര്യമുണ്ട് എങ്കിൽ, ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളോട് താല്പര്യമുണ്ട് എങ്കിൽ, ഒരു അഭിമാനബോധമുള്ള ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഒരു നയാ പൈസ പോലും നമ്മൾ അതിന് കൊടുക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ വിശ്വാസികൾ ആരെങ്കിലും അതിനോട് സഹകരിച്ചു പോയാൽ അവന്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. തൊപ്പി വെച്ച ഉസ്താദ് വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ കാണുന്നുള്ളൂ സാമൂഹിക മാധ്യമങ്ങളിൽ, ഇങ്ങനെ വലിയ ഉസ്താദാണ്, എന്തോ വലിയ ആളാണെന്നും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണെന്ന്. അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സഹോദരങ്ങളെ. ഇസ്ലാമിൽ നിന്ന് തന്നെ അവൻ പുറത്തായി പോയി, ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം പെട്ടു. അവൻ ഒരു മുനാഫിക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി പടച്ചോൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ചില ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്ന എന്താ, ഇനിയിപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ഇതൊന്നും നടക്കൂല, എന്തായാലും ബാബരി മസ്ജിദ് പോയി, അതൊക്കെ അങ്ങ് മറന്നൂടെ. തൽക്കാലം ഒരു ഓണം കയറാമൂലയിൽ 5 ഏക്കർ സ്ഥലം തന്ന് അവിടെ പള്ളി ഉണ്ടാക്കുക, മൗലവി അഹമ്മദുല്ലാ ഷായുടെ പേരിൽ പള്ളി ഉണ്ടാക്കുക. ആരാണോ ഈ മൗലവി അഹമ്മദുല്ലാ ഷാ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ അയോധ്യയിൽ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് നിർമ്മിക്കണമെന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നത് ഒരുപക്ഷെ മൗലവി അഹമ്മദുല്ലാ ഷാ ആയിരുന്നു. അധികാരികളെ എതിർത്ത, അയോധ്യയിൽ വെള്ളക്കാർക്ക് കടന്നു വരാൻ അനുവാദം നൽകാതെ 1 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ നിന്നും അയോധ്യയെ മോചിപ്പിച്ചുകൊണ്ട് സ്വന്തം പട്ടാളത്ത് വെച്ച് ഭരണം നടത്തിയ മൗലവി അഹമ്മദുല്ലാ ഷായുടെ പേരിൽ പള്ളി പണിയാകുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പൊയ്ക്കൂടെ എന്ന്. ഇനി അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയാ ചില ആളുകൾ ചോദിക്കുന്നത്. എന്നാ തിരിച്ചറിയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലമുണ്ടല്ലോ, ഹബീബായ റസൂലിന്റെ കാലത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യത്തെ പുണ്യഭവനമായ കഅബാലയത്തിന്റെ ഉള്ളിൽ പോലും ഒന്ന് കയറാൻ പറ്റാത്ത സന്ദർഭമുണ്ടല്ലോ. റസൂലുള്ള കഅബാലയത്തിലേക്ക് കയറാൻ വന്നപ്പോൾ അവരുടെ തിരുനെഞ്ചത്തേക്ക് കൈവച്ച് പുറത്തേക്ക് നെല്ലിക്കളഞ്ഞ കാലഘട്ടം ഉണ്ടല്ലോ. അധികാരം ഖുറൈശികളുടെ കയ്യിലല്ലേ, ആൾബലം അവരോടൊപ്പമല്ലേ, കോടതികൾ അവരോടൊപ്പമല്ലേ. ആ ഒരു കാലഘട്ടത്തിൽ പോലും റസൂലുള്ളാന്റെ മുമ്പിലേക്ക് അധികാരികൾ തന്നെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വന്നില്ലേ? അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് അധികാരികൾ പറഞ്ഞില്ലേ, മുഹമ്മദേ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ നമുക്ക് പോകാം, നിങ്ങൾ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ കുറെ കാര്യങ്ങളും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയത്തെ ഇസ്ലാം ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല. അന്ന് ഹബീബായ മുത്തു റസൂലിനോട് അല്ലാഹു തആല തന്നെ പറഞ്ഞു കൊടുത്തു, കുൽ, അവരോട് മറുപടി പറയുക നബിയേ, ആദർശം മാറ്റി വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്ന ആളുകളോട് താങ്കളുടെ നിലപാട് അറിയിച്ചു കൊള്ളുക. കുൽ യാ അയ്യുഹൽ
കാഫിറൂൻ. ഇവിടെ ജീവിക്കണമെങ്കിൽ നിന്നോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന കാഫിറുകളെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മറുപടി പറയാനാ പടച്ച തമ്പുരാൻ പറഞ്ഞത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു വലാ അന അഅ്ബിദു മാ അഅ്ബദും വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു. ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറല്ലടോ. നിങ്ങളോടൊപ്പം ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതുപോലെ എന്നോടൊപ്പം ചേർന്ന് നിങ്ങളും അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ശ്രമിക്കണ്ട. ഇവിടെ ജീവിക്കണോ? ലക്കും ദീനുക്കും, നിങ്ങൾ നിങ്ങളുടെ മതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചോ. വലിയ ദീൻ, അതേപോലെ ഞാൻ എന്റെ മതം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് പ്രിയപ്പെട്ട പ്രവാചകരെ താങ്കൾ അവരോട് മറുപടി പറഞ്ഞുകൊള്ളുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു അഡ്ജസ്റ്റ്മെന്റും പറ്റൂല. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഈമാനിനെ വിട്ടുകൊടുത്തിട്ടാണോ അഡ്ജസ്റ്റ്മെന്റ്? അള്ളാഹുവിന്റെ പള്ളി വിട്ടുകൊടുത്തിട്ടാണോ അഡ്ജസ്റ്റ്മെന്റ്? ആ അഡ്ജസ്റ്റ്മെന്റിന് സാധ്യമല്ല എന്ന് പുണ്യ ഹബീബെ താങ്കളും മറുപടി പറഞ്ഞുകൊള്ളുക. ഇത് പറയാൻ നമുക്ക് പറ്റണം. നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും RSS തെമ്മാടിയോ ഏതെങ്കിലും BJP പോക്കിരിയോ ഈ കൂപ്പണും മുറിച്ചുകൊണ്ട് വരുമ്പോ 5 നയാ പൈസ നിനക്ക് തരൂല എന്ന് പറയാനുള്ള ആർജവം ഇനിയെങ്കിലും ഇസ്ലാമിക സമൂഹം ഒന്ന് ഉണ്ടാക്കിയെടുത്തൂടെ? നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോ ഇത് പറയണം. നമ്മുടെ വീട്ടുകാരെ ഇത് പറഞ്ഞു പഠിപ്പിക്കണം. ഞങ്ങൾ തരൂല, ഞങ്ങളിത് തരില്ല, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം. അങ്ങനെ വരുമെന്ന് കണ്ടാൽ നമ്മുടെ വീടുകളിൽ ബോർഡ് എഴുതി തൂക്കണം. ഒരുത്തനും ഇത് പറഞ്ഞ് പടി കടന്ന് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണ്ടേ? എന്ന് പറയാനുള്ള ഒരു തീരുമാനം. NRC വിഷയത്തിലുണ്ടായ ആർജവവും NRC വിഷയത്തിലുണ്ടായിരുന്നതായ ആ ഒരു താല്പര്യവും അള്ളാഹുവിന്റെ ഒരു ഭവനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ഇല്ലാതെ പോകുന്നത് അപകടകരമാണ് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയുക. ഇത് അപകടകരമാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇന്ത്യയിലെ ജനങ്ങളോട് ഒന്നടങ്കം വിളിച്ചു പറയുകയാണ്, ഈ രാമമന്ദിരത്തിന് വേണ്ടി 5 നയാ പൈസ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന് അത് കൊടുക്കാൻ സാധ്യമാകുന്നതല്ല. ഒന്നാമതൊരു വിശ്വാസിക്ക് അത് പറ്റില്ല. രണ്ടാമത് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ വർഗീയത വളർത്താൻ, സംഘപരിവാരത്തിന് വളമിട്ട് കൊടുക്കാൻ നമുക്കിത് കൊടുക്കാൻ സാധ്യമാകില്ല എന്ന് നാം തീരുമാനമെടുക്കണം. ഇമാംസ് കൗൺസിൽ രാജ്യത്തുള്ള ജനങ്ങളോട് വിളിച്ചു പറയാം. പിന്നെ രണ്ടാമതൊരു വിഷയമുണ്ട്. പള്ളി പണിയാൻ പോവാണ്, അവിടെ 5 ഏക്കർ ഭൂമിയിൽ പള്ളി പണിയാൻ പോവാണ് എങ്കിൽ പിന്നെ അതിന് സംഭാവന കൊടുത്തിട്ട് അതങ്ങോട്ട് വിജയിപ്പിച്ചാലോ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്ലാം എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ വീക്ഷണത്തെ നോക്കി ഇത് വലിയ കാര്യമാണല്ലോ എന്ന് തീരുമാനിക്കലല്ല, മറിച്ച് അതിന്റെ സാഹചര്യങ്ങൾ നോക്കി, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നോക്കിയിട്ട് ഏതിനോടൊപ്പം നിൽക്കണം, ഏതിനോടൊപ്പം നിൽക്കരുതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങ് എന്തു പള്ളി കാണിച്ചാലോ അതിനോടൊപ്പം നിന്നിട്ട് അതിനുവേണ്ടി അങ്ങ് പൈസ കൊടുത്ത് വിജയിപ്പിക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു പള്ളിയുടെ കാര്യം പറയുന്നുണ്ട്. മസ്ജിദുൻ ദിറാർ, മസ്ജിദ് എന്ന് തന്നെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതിന്റെ ചരിത്രമൊക്കെ വലിയ ചരിത്രമാണ്. തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മദീനയിലെത്തി. മദീനയിൽ പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ അവിടുന്ന് നിർമ്മിച്ചതായ പള്ളിയായിരുന്നു മസ്ജിദു ഖുബ. ആ ഖുബ പള്ളിക്ക് എതിരായിക്കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കി. കപട വിശ്വാസികൾ എല്ലാവരും ചേർന്നിട്ട് ഒരു പള്ളി ഉണ്ടാക്കി. പള്ളി എന്ന് തന്നെയാണ് അതിന് പേരിട്ടത്. ഉദ്ഘാടനത്തിന് വിളിച്ചതാരെയാ? ലോകത്തിന്റെ നായകൻ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. നമ്മൾ നോക്കണേ, അതിലും വലിയ പോരിശേനി പറയാനുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പള്ളി. പക്ഷേ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം, ഇസ്ലാമിന്റെ സത്യങ്ങളെ മുഴുവനും നിഷേധിക്കണം, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അവരുടെ ഒരു താവളമായി ഇത് മാറണം. ഇങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു പള്ളി ഉണ്ടാക്കി. അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞതെന്താ? അതുകൂടി കേൾക്കാതെ നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറ, മസ്ജിദുൽ ദിറാർ എന്ന പള്ളി ഉണ്ടാക്കിയതായ ആളുകൾ, പള്ളി ഉണ്ടാക്കുന്നതായ ആളുകൾ. ഖുർആൻ പറയുന്നു അതിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ,
മുസ്ലിമുകളെ ഉപദ്രവിക്കുന്ന, മുസ്ലിമുകളെ വേദനിപ്പിക്കുന്ന ഒരു പള്ളി. ഇപ്പോ അവിടെ UP-യിൽ 5 ഏക്കർ സ്ഥലത്തുണ്ടാക്കുന്ന ആ പള്ളിയും ഇന്ത്യയിലെ മുസ്ലിമാനെ വേദനിപ്പിക്കുന്ന പള്ളിയാ. ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിമുകളും അതിനെ അംഗീകരിക്കുന്നില്ല. മറിച്ച് സംഘപരിവാരം വിരിച്ചു കൊടുക്കുന്നതായ വേദികളിൽ പോയിരുന്ന അവന് എറിഞ്ഞു കൊടുക്കുന്നതായ എല്ലും കഷണങ്ങൾക്ക് അവർ കൊടുക്കുന്നതായ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് അതിലൂടെ തങ്ങളുടെ സ്വത്തും ജീവിതവും സംരക്ഷണവും എല്ലാത്തിനും സംരക്ഷണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതായ ചില കപട വേഷധാരികൾ മാത്രമാണ് പല പേരിലും ആ പള്ളിയോടൊപ്പം നിൽക്കുന്നത്. തിരിച്ചറിഞ്ഞുകൊള്ളുക. വല്ലദീന തഖദൂ മസ്ജിദൻ ളിറാറൻ, മുസ്ലിമുകളെ ഉപദ്രവിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതായ പള്ളി. വകുഫ്രൻ, ഇസ്ലാമിന്റെ എല്ലാ നിലപാടുകളെയും നിഷേധിച്ചുകൊണ്ട്, ഈമാനിന്റെ എല്ലാ നിലപാടുകളെയും നിഷേധിച്ചുകൊണ്ട്, ഒരു മുസ്ലിമിനുണ്ടാകേണ്ടുന്ന ആർജവത്തെ മുഴുവനും നിഷേധിച്ചുകൊണ്ട് ഒരു പള്ളി കെട്ടിയുണ്ടാക്കുന്ന ആളുകൾ. വല്ലദീന തഖദൂ മസ്ജിദൻ ളിറാറ വകുഫ്രൻ. മൂന്നാമത്തേത് വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പള്ളി. ഭൂരിപക്ഷം പറയുന്നു അങ്ങനെ ഒരു പള്ളി വേണ്ട. ആർജവമുള്ളവർ പറയുന്നു ആ പള്ളി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭിക്ഷയുടെ ആവശ്യമില്ലടോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഔദാര്യത്തിന്റെ ആവശ്യമില്ല, ആ പള്ളി വേണ്ട, ആരും അതിന് സംഭാവന കൊടുക്കുക. എന്നാൽ മറ്റൊരു ഭാഗത്ത് പലരും പറയുന്നുണ്ട് അത് വേണം, അത് വാങ്ങിയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അങ്ങനെ മുസ്ലിമുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാരം കെട്ടിയുണ്ടാക്കുന്നതായ പള്ളി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കപട വിശ്വാസികൾ 12ഓളം നേതാക്കന്മാർ മുൻകൈയെടുത്തുകൊണ്ട് അതെ മസ്ജിദുൽ ളിറാർ എന്ന പള്ളി ഉണ്ടാക്കി. അതുപോലെ ഇന്നും ഇവിടെ പള്ളി ഉണ്ടാക്കാൻ പോവുകയാണ്. ഏതൊക്കെ കാര്യങ്ങളായിരുന്നു മസ്ജിദുൽ ളിറാറിൽ? ഒന്ന് കുഫ്റാണ്, 2 അത് ളിറാറാണ്, മൂന്നാമത്തേത് തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം, നാലാമത്തേത് വഇർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു മിൻ ഖബൽ, നേരത്തെ തന്നെ അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത പ്രഖ്യാപിച്ചവർക്കുള്ള ഒരു താവളമായി ഒരുക്കപ്പെട്ട ഒരു പള്ളി. നമ്മൾ കരുതേണ്ട സഹോദരങ്ങളെ, ആ കെട്ടിയുണ്ടാക്കുന്ന പള്ളി അത് RSSന്റെ കേന്ദ്രമായിരിക്കും. അതുമായി ബന്ധപ്പെട്ടത് RSSകാർ തന്നെ ആയിരിക്കും. RSSന് മുസ്ലിമുകളെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പള്ളിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു, ഈ 4 അടയാളങ്ങളും ഒന്ന് ചേർന്ന മസ്ജിദുൽ ളിറാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അത് പള്ളി എന്ന് കരുതിയിട്ട് അതിനെങ്ങും തലയിലേറ്റിക്കൊണ്ട് നടക്കാൻ പറഞ്ഞില്ലല്ലോ. ഹബീബായ മുത്ത് റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട പ്രവാചകരെ താങ്കളൊന്ന് വന്ന് നിസ്കരിച്ചിട്ടോ പോകണമെന്ന് അവര് റസൂലുള്ളാഹിനോട് വന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒരു യാത്രയ്ക്കൊരുങ്ങുകയാ, പിന്നെ വന്നിട്ട് വേണമെങ്കിൽ സഹകരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഹബീബായ റസൂലിനോട് അല്ലാഹു തആല നിലപാടറിയിച്ചു, പാടില്ല നബിയേ, പാടില്ല നബിയേ, പാടില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മസ്ജിദുൽ ളിറാർ, ആ മസ്ജിദുൽ ളിറാറിനെ പറ്റി പറയുമ്പോ നമ്മുടെ ഉലമാക്കൾ പറയുന്നത് എന്താ? മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഈ അടയാളമുള്ള ഏതു പള്ളിയും മസ്ജിദുൽ ളിറാർ തന്നെയാ. കുഫറിന്റേതായ സഹായത്തോടുകൂടി നിർമ്മിക്കുന്നതായ ഏതു പള്ളിയും മസ്ജിദുൽ ളിറാർ തന്നെയാണ്. ജനങ്ങളെ മുസ്ലിമുകളെ ഉപദ്രവിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന ഏതു പള്ളിയും മസ്ജിദുൽ ളിറാർ തന്നെയാണ്. തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ കെട്ടിയുണ്ടാക്കുന്ന ഏതു പള്ളിയും മസ്ജിദുൽ ളിറാർ തന്നെയാണ്. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു, അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കൾക്ക് താവളമൊരുക്കുന്ന ഏതു പള്ളിയും മസ്ജിദുൽ ളിറാർ തന്നെയാ. ലോകാവസാനം വരെയും പലവിധ മസ്ജിദുൽ ളിറാർ വരുന്നതാ. ആ മസ്ജിദുൽ ളിറാറിനോടുള്ള മുസ്ലിമുകളുടെ നിലപാടെന്താ? അല്ലാഹു തആല തന്നെ പറയുന്നു വഇർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു മിൻ ഖബൽ വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്നാ. എന്നിട്ടെന്താണ്? ഈ പള്ളി ഉണ്ടാക്കുന്നവർ അല്ലാഹുവിൽ സത്യം ചെയ്തു പറയും, ഇത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, വലിയ നന്മയാണിത്, രാജ്യത്തിന്റെ ഐക്യമാണിത്, മുസ്ലിമുകളുടെ ഉന്നമനമാണിത്. അങ്ങനെ കുറെ നന്മകളും അവർ കൊണ്ടുവരും. അല്ലാഹുവിൽ ആണയിട്ടുകൊണ്ട് അവർ പറയും. പക്ഷേ അല്ലാഹ് പറയുന്നത് എന്താ? വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. എന്നാൽ അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട പ്രവാചകരെ, അവന്മാര് കള്ളന്മാരാണ് നബിയേ, അവന്മാര് കള്ളന്മാരാണ് നബിയേ. ഇവരൊരു നന്മയും ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇവര് യാതൊരുവിധ ഉന്നമനവും ഇസ്ലാമിക സമൂഹത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല,
വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ട നബിയേ, അവരും നുണയന്മാരാണ്, പെരും കള്ളന്മാരാണ് നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറയുന്നു, ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും ആ പള്ളിയിൽ പോകല്ലേ നബിയേ, അവിടെ നിന്ന് നിസ്കരിക്കല്ലേ നബിയേ. മസ്ജിദ് എന്ന പേരിൽ കെട്ടിയുണ്ടാക്കിയ കെട്ടിടമാണ്, പക്ഷേ പോകാൻ പാടില്ല. അവിടെ നിന്നൊരൊറ്റ വഖത്ത് പോലും, ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെടാൻ പാടില്ല നബിയെ, അങ്ങോട്ട് പോകാൻ പോലും പാടില്ല നബിയെ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, താങ്കൾ പോകേണ്ടത് എവിടെയാ, താങ്കൾ വീണ്ടെടുക്കേണ്ടത് എവിടെയാ? ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ഖുബാ പള്ളിയിൽ പോകണം നബിയെ, അവിടെ നിന്ന് നിസ്കരിക്കണം നബിയെ. ഒന്നാമത്തെ ദിവസം തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായി മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ പണി കഴിപ്പിച്ചതായ ബാബരി മസ്ജിദ് വീണ്ടെടുക്കേണ്ടുന്നതുണ്ട്. അതല്ലാതെ അതിനപ്പുറം സംഘപരിവാരം നമുക്ക് വേണ്ടി ഭിക്ഷയായി തന്ന എത്ര പള്ളികൾ ഉണ്ടാക്കിയാലും ലാ തഖും ഫീഹി അബദാ, അവിടെ പോകാനും പാടില്ല, അതിനോട് സഹകരിക്കാനും പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ അയോധ്യയിൽ മറ്റൊരു കെട്ടിടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മസ്ജിദുൽ ദിറാറാണ്. അതിനും 5 നയാ പൈസ കൊടുക്കാൻ പാടില്ല. ചിലർക്കിപ്പോ അതിപ്പോ എന്താ പുതിയൊരു പള്ളി, ഇനിയിപ്പോ അതിനോടങ്ങോട്ട് സമരസപ്പെട്ടുകൊണ്ട് പോകാൻ പാടില്ല സഹോദരങ്ങളെ, പാടില്ല. ഒരു മുസ്ലിമിന് ഒരു നിലപാടുണ്ടാകണം, നമുക്കൊക്കെയും നിലപാടുണ്ടാകണം. അതുകൊണ്ട് ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ കെട്ടിയുണ്ടാക്കുന്ന രാമമന്ദിരത്തിന് വിശ്വാസികൾ എന്നുള്ള നിലയിലും ഇന്ത്യക്കാരെന്നുള്ള നിലയിലും 5 നയാ പൈസ സംഭാവന തരാൻ മുസ്ലിമുകളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ കൊടുക്കുന്നവർ മുസ്ലിമുകളല്ല എന്ന് കൃത്യമായ ഒരു നിലപാട് നാം ഓരോരുത്തരും എടുക്കുക. അതോടൊപ്പം തന്നെ ബാബരിക്ക് പകരമായി ഒരു സ്ഥലം തന്ന അവിടെ കെട്ടിയുണ്ടാക്കുന്നതായ പള്ളി, അതിനോട് സഹകരിക്കുവാനും അതിന് സംഭാവന കൊടുക്കുവാനും മുസ്ലിമുകൾക്ക് സാധ്യമല്ല. അങ്ങനെ കൊടുക്കുന്നവരും മുസ്ലിമല്ല എന്ന കൃത്യമായ നിലപാട് തിരിച്ചറിയുക. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇത് നിങ്ങൾ ഓരോരുത്തരോടും രാജ്യത്തെ ജനങ്ങളോടും കൃത്യമായി വിളിച്ചു പറയുകയാണ്. ഈ സന്ദേശം ഉൾക്കൊള്ളണം, ഈ നിലപാട് നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, നാമുമായി ബന്ധപ്പെടുന്നവരിലേക്ക് നാം ഇതിനെ പകർന്നു നൽകണം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ സംഗമത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ചെയ്തപ്പോൾ അൽഹംദുലില്ലാ, നാടിന് അകത്തും പുറത്തും വിദേശത്തു നിന്നു പോലും ഒരുപാട് സഹോദരങ്ങൾ, ഏകദേശം 500ഓളം ആളുകൾ അൽഹംദുലില്ലാ ഓൺലൈനിലൂടെ സംഗമിച്ചു. ഈ ഒരു സന്ദേശം എല്ലായിടത്തേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കണം, എല്ലാവരിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്ത് നാം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. അതോടൊപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ പള്ളികളും വീണ്ടെടുക്കുവാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ സംഗമിച്ച ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ഓരോരുത്തർക്കും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ എല്ലാവിധ നന്ദിയും നിങ്ങളുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെയും നിങ്ങൾ ഓർക്കണം എന്നുകൂടി പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നന്മയുടെ വിഷയത്തിൽ ഇനിയും ഒന്നു ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈമാൻ അത് യഥാർത്ഥ ഈമാനാക്കി തരുമാറാകട്ടെ. ഹക്കിനോടൊപ്പം നിന്നുകൊണ്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കുവാനും നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുകൂട്ടുമ്പോൾ ആ ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവാർപ്പണം നടത്തി കണ്ടെത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹ് ശമനം നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യുമാറാകട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.